നമസ്കാരം. ആലപ്പുഴയിൽ ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിനിടെ അലമ്പുണ്ടാക്കാൻ ശ്രമിച്ച സഖാക്കളെ പഞ്ഞിക്കിട്ട് സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ. പാണാവള്ളി NDA മണ്ഡലം സ്വീകരണ യോഗത്തിൽ സ്ഥാനാർത്ഥി സംസാരിക്കുന്നതിനിടെ വണ്ടിയുമായി പോകുന്നതിനെ ചൊല്ലി മനഃപൂർവ്വം ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിച്ച ഡ്രൈവറോടായിരുന്നു ശോഭ സുരേന്ദ്രന്റെ മാസ് പ്രതികരണം. ഇത്തരം കാര്യങ്ങൾക്കൊന്നും തന്റെ അണികളോട് പ്രതിഷേധിക്കാൻ പോകേണ്ടതില്ല എന്നും ബി.ജെ.പിയുടെ പരിപാടിക്കിടെ ആയതുകൊണ്ടാണല്ലോ അയാൾക്ക് ഇത്തരത്തിൽ പെരുമാറാൻ സാധിച്ചത് എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതെങ്ങാനും ആയിരുന്നുവെങ്കിൽ ആ ഡ്രൈവറെ വലിച്ച് താഴെയിട്ടിട്ടല്ലേ സഖാക്കൾ സംസാരിക്കുമായിരുന്നുള്ളൂ എന്നും ശോഭാജി ചോദിച്ചു. ഷാള് ഇട്ടതിന് ശേഷം ഞങ്ങളുടെ ബാലാനന്ദേട്ടൻ മിഥുൻ പോട്ടെ വണ്ടി ഒഴിവായി പോട്ടെ. ബാക്കടിക്കാൻ പറയും. ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളോട് ഇതിപ്പോ ആരും ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരും സംസാരിക്കാൻ പോണ്ട. വണ്ടി സൈഡ് കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും. ഇത് BJP-കാരുടെ പ്രചരണ യാത്രയിലാണ് ഈ ഡ്രൈവർക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഡ്രൈവറെ വലിച്ച് താഴെ ഇറക്കുമായിരുന്നു. പക്ഷെ ഞാൻ എന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത്, ഒരാളോടും പ്രതിഷേധിക്കേണ്ട. പല ആളുകൾക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം കാണുമ്പോൾ അത്രയും സഹിക്കുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ ജയിക്കാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പല ആളുകൾക്ക് മനസ്സിലാകാത്തത് വേദനയുണ്ടാവും. അത് നല്ല രീതിയിൽ മിഥുൻ അത് കൈകാര്യം ചെയ്തു കൊടുക്കണം. എനിക്കിവിടെ മനസ്സമാധാനത്തോടുകൂടി നിന്ന് പ്രസംഗിക്കണം. കാരണം ഞാനിവിടെ എന്റെ കഴുത്തിലൊരു ചുമന്ന ഷാള് ഇന്നലെ ഒരാൾ അണിയിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് എന്നെ ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് ഈ ഗവർണറെയൊക്കെ തടയുന്നത് പോലെ എന്നെ തടയാൻ വേണ്ടിയിട്ടായിരിക്കും ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചത് എന്നാണ് ഞാൻ പെട്ടെന്ന് മനസ്സിൽ ആലോചിച്ചത്. പക്ഷെ നോക്കുമ്പോ ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച ആള് പറഞ്ഞത്, ഞാൻ ശോഭാ സുരേന്ദ്രന്റെ കൂടെയാണ് ഇനി മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചുമന്ന ഷാള് കഴുത്തിലിട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇന്ന് ഒരു ചുമന്ന ഷാള് കൊടുത്തപ്പോ ഇത് കളറ് ശരിയാവോ എന്ന് ഇവിടെ ഒരാൾ സംശയിച്ചപ്പോ, ഇനി യഥാർത്ഥ സഖാക്കന്മാർ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ വികസിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നവർ, ആരാധനായ നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികൾ 300ഓളം വരുന്ന പദ്ധതികൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരണം എന്ന ആഗ്രഹമുള്ള സഖാക്കന്മാരുൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയെ NDAയെ അടുത്തറിയാൻ പോവുകയാണ്. കാരണം ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി, പ്രിയപ്പെട്ടവരെ, ഒന്നും ചോദിക്കാതെ ഇവിടെ നിന്ന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചുപോയ ഒരു MP മാർക്സിസ്റ്റ് പാർട്ടിയുടെ MP ആണ്. 19 MP-മാർ കോൺഗ്രസിന്റെ MP-മാരാണ്. ഈ 20 പേർ ഇന്ത്യൻ പാർലമെന്റിനകത്ത് പോയിട്ട് ഇവിടുത്തെ വ്യവസായ പ്രമുഖന്മാർക്ക് വേണ്ടിയോ കരിമണൽ കടത്തയ്ക്ക് വേണ്ടിയിട്ട് ചില പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് എന്നത് ഒഴിച്ചാൽ, ഏതെങ്കിലും ഇവിടെ കയർ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന ആ ഫാക്ടറി നടത്തിപ്പുകാർക്ക് വേണ്ടിയോ, ചെമ്മീൻ ഫാക്ടറികളിൽ, ഞാൻ ഗുജറാത്തിന്റെ ഇടയ്ക്ക് പോകുന്ന ഒരാളാണ്. അവിടെ ഭാംനഗർ, അതുപോലെ തന്നെ ഗുജറാത്തിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങളില് 10,000-കണക്കിന് പെൺകുട്ടികളാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് പോയി ജോലി എടുക്കുന്നത്. അവരുടെ ഭർത്താക്കന്മാർ ഇവിടെയാണ്, അവരുടെ കുട്ടികൾ ഇവിടെ പഠിക്കുകയാണ്. അവര് പക്ഷേ ജോലി, വരുമാനം കിട്ടാൻ വേണ്ടി, ജീവിത നിലവാരത്തിന് വേണ്ടി അവർ ഗുജറാത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള ചെമ്മീൻ ഫാക്ടറികളിൽ പോയി അവർ പണിയെടുക്കുകയാണ്. ദുഃഖം തോന്നും. കാരണം എന്താണ്? നമ്മുടെ നാട്ടിൽ അവർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട്, നമ്മുടെ മത്സ്യമേഖലയെ സംരക്ഷിക്കാൻ സാധിക്കാത്തത് കൊണ്ട്, നമ്മുടെ കടലോരത്ത് ജീവിക്കുന്നവർക്ക് വീട് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട്, ഈ കടലോരത്തിന് കടൽ ഭിത്തി കെട്ടാൻ സാധിക്കാത്തത് കൊണ്ട്, പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പദ്ധതി പ്രകാരമുള്ള വീടുകൾ, ആ വീടുകൾ നടപ്പിലാക്കി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട്
പ്രിയപ്പെട്ടവരെ, ജീവിക്കാൻ മാർഗമില്ലാതെ നമ്മുടെ പഠിപ്പും വിവരവുമുള്ള കുട്ടികൾ അവരിവിടെ നിന്ന് 8,000-ഓളം വരുന്ന ആളുകൾ അവർ ഉപജീവന മാർഗത്തിന് വേണ്ടിയല്ല, ഉപരിപഠനത്തിന് വേണ്ടി അവർ ഈ നാട്ടിൽ നിന്ന് കാനഡയിലേക്ക് പലായനം ചെയ്തത് ഞാനും നിങ്ങളും ദുഃഖത്തോടു കൂടിയാണ് വായിച്ചത്, മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രാജ്യമാകമാനം മാറുമ്പോൾ, ലോകത്തിന്റെ നെറുകയിലേക്ക് ഭാരതത്തിന്റെ സ്ഥാനം മാറുമ്പോൾ, 16 ഇസ്ലാമിക രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്ന് കാണാൻ, സ്വീകരിക്കാൻ, അദ്ദേഹത്തെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ ലോകത്തിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ കാത്തു നിൽക്കുമ്പോ കാലത്തിന്റെ ചുവരെഴുത്ത് മനസ്സിലാക്കിക്കൊണ്ട് ആരാധനായ നരേന്ദ്രമോദിയോടൊപ്പം ഇന്ത്യൻ പാർലമെന്റിനകത്ത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പോകണം എന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എത്രയോ കാലം കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും മാറി മാറി കേരളത്തെ ഭരിക്കാൻ അവസരം കൊടുത്തില്ലേ? 60 വർഷത്തിലധികം കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തല്ലോ. 60 വർഷത്തിലധികം ഈ രാജ്യത്ത് കോൺഗ്രസ് ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തിട്ട് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖല തകരുന്നുവെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച വന്നു. ഈ രാജ്യം പിറകിലേക്കാണ് പോകുന്നത്, അല്ലെ? 10 വർഷക്കാലം മിസ്റ്റർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്, ആ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം കേരളത്തിൽ നിന്ന് നിങ്ങളെ പറ്റിച്ച്, അല്ലെ, നിങ്ങളുടെ ചിഹ്നത്തിൽ ജയിച്ചു പോയ MP-മാർ ഡൽഹിയിൽ ചെന്ന് മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി, അദ്ദേഹം പ്രധാനമന്ത്രിയാകാൻ വേണ്ടി കൈപ്പൊക്കി. നിങ്ങൾക്കറിയുമോ, ഒരു കുട്ടി മാത്രമാണ് കോളനിയിലുള്ളതെങ്കിൽ, ചേരി പ്രദേശത്തുള്ളതെങ്കിൽ, കാടിനകത്തുള്ള ആദിവാസി കുട്ടി ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ പഠിപ്പിക്കാൻ ഏകാധ്യാപക പാഠശാല വേണമെന്ന് ആവശ്യപ്പെട്ട് രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ശ്രീമാൻ അടൽ ബിഹാരി വാജ്പേയി. എല്ലാവരുടെയും വീടുകളിലേക്ക് അന്നയോജന പദ്ധതി എത്തിച്ച ആളാണ് ആരാധനായ ഞങ്ങളുടെ നേതാവ് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തിന്റെ അടൽ ബിഹാരി വാജ്പേയി ആണ് പറഞ്ഞത്, തലചായ്ക്കാൻ ഇടമില്ലാത്തവനെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. ഇന്ത്യ ഈസ് ഷൈനിങ്, ഇന്ത്യ പ്രകാശിക്കുകയാണ് എന്ന് ലോകം വിധി എഴുതി 6 വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തിൽ. എന്നാൽ ആ സുരഭിലമായ നാടിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആദരണീയനായിട്ടുള്ള ഒരു വിവാഹം പോലും കഴിക്കാതെ ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പഴയകാല പ്രചാരകനായിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഈ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ തർക്കമുണ്ടായപ്പോ അന്ന് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി നയതന്ത്ര ചർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിച്ചത് ആരാധനായ അടൽ ബിഹാരി വാജ്പേയിയാണ്. പാകിസ്ഥാനുമായി ചർച്ച നടത്താൻ കോൺഗ്രസുകാർ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഈ രാജ്യത്തിന്റെ കർമ്മധീരനായ അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം പോകട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് അന്ന് അത്തരം ഒരു സാഹചര്യം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തലത്തിലുള്ള പ്രധാനമന്ത്രി സ്വീകരിച്ചത്. ആ ആരാധനായ അടൽ ബിഹാരി വാജ്പേയിയെ നിങ്ങൾ എന്തിനാണ് രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തട്ടിമാറ്റിയത്? ഇവിടത്തെ മാർക്സിസ്റ്റുകാരൻ ഡൽഹിയിൽ ചെന്ന് കോൺഗ്രസിന് വേണ്ടി സഹായിച്ചു വോട്ട് ചെയ്തില്ലേ? 1ാം UPA ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പ്ലസ് മാർക്സിസ്റ്റ് പാർട്ടിയല്ലേ? നിങ്ങൾ ഒരുമിച്ചല്ലേ ഇന്ത്യ ഭരിച്ചത്? അന്നല്ലേ ലോകത്തിന്റെ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞത്, മോർഗൻ സ്റ്റാൻലി പറഞ്ഞത്, രാജ്യം ഈ നിലയ്ക്കാണെങ്കിൽ അധപ്പതനത്തിലേക്ക് നീങ്ങുകയാണ്. അവിടെ നിന്നല്ലേ സുഹൃത്തെ ആരാധനായ നരേന്ദ്രമോദി തുടങ്ങിയത്, അല്ലേ? 3 തവണ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ഹാട്രിക് വിജയം നേടി. ആ 3 തവണ ഹാട്രിക് വിജയം നേടിക്കൊണ്ട് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ചായ കച്ചവടക്കാരന്റെ മകൻ പാവപ്പെട്ടവന്റെ അയൽ വീടുകളിൽ പാത്രം കഴുകി കിട്ടിയ നാണയത്തുട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് സ്വന്തം അമ്മ അടൽ ബിഹാരി വാജ്പേയിയെ നമ്മുടെ നരേന്ദ്രമോദിജിയെ വളർത്തി വലുതാക്കി. അദ്ദേഹം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായപ്പോ പിണറായി വിജയൻ ഭാര്യ കമലയെയും കൂട്ടി 2 പാന്റിന്റെ പോക്കറ്റിലും ആപ്പിൾ ഫോണുമായിട്ട് അമേരിക്കയിലേക്ക് ടൂർ പോകുന്നത് പോലെ ഒരിക്കൽ പോലും അമ്മയെ ഇന്ദ്രപ്രസ്ഥത്തിൽ രാജ്ഞിയായി വാഴിക്കാൻ തീരുമാനിച്ചില്ല, അല്ലെ? ആ അമ്മ മരിച്ചപ്പോ കേന്ദ്രത്തിലെ ക്യാബിനറ്റ് മിനിസ്റ്റർമാരോട്, മുഖ്യമന്ത്രിമാരോട്, വലിയ വലിയ പ്രഗത്ഭമതികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോട് നമ്മുടെ ശ്രീമാൻ നരേന്ദ്രമോദി പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഗുരുനാഥനാണ് അടൽ ബിഹാരി വാജ്പേയി. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? 24 മണിക്കൂറിൽ നിങ്ങൾ പണിക്കാരെ പോലെ, സേവകരെ പോലെ പ്രവർത്തിക്കേണ്ടവരാണ്. ഞാൻ അമ്മയുടെ ശവസംസ്കാരം മകൻ എന്നുള്ള രീതിയിൽ നടത്തി ഞാൻ ഡൽഹിയിലേക്ക് തിരിച്ചു വരും. ഒരാൾ പോലും വണ്ടി കയറി ഗുജറാത്തിലേക്ക് വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ്, കാരണം അത്രയധികം ഈ രാജ്യത്തെ സംരക്ഷിക്കണമെന്നും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നുമുള്ള കാഴ്ചപ്പാടാണ് നമ്മുടെ ശ്രീമാൻ നരേന്ദ്രമോദിക്കുള്ളത്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അമ്മ മരിച്ചാൽ എത്ര തിരക്കുണ്ടാവും നാട്ടിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ അമ്മ മരിച്ചാലുള്ള തിരക്ക് പോലും ഇല്ലാതെ ആ മകൻ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, തന്റെ അമ്മയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള യാത്ര ഞാനും നിങ്ങളും കണ്ടുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതാണ് നരേന്ദ്രമോദി.
ആ നരേന്ദ്രമോദിയെ മുസ്ലിമിനെതിരാക്കി ചിത്രീകരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു. എന്നാൽ 16 ഇസ്ലാമിക ലോകരാജ്യങ്ങൾക്ക് നരേന്ദ്രമോദിയെ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ഷാനവാസ് ഹുസൈനും മുക്തർ അബ്ബാസ് നഖ്വിക്കും നരേന്ദ്രമോദിയെ ഇഷ്ടമാണെങ്കിൽ പാണക്കാട്ട് തങ്ങൾ കുടുംബത്തിലെ തങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കാമെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ മിസ് കോൾ അടിച്ച് മെമ്പർഷിപ്പ് എടുക്കാൻ അമിത്ഷാജി ആവശ്യപ്പെട്ടപ്പോ മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടിയുടെ പാർട്ടിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ മിസ് കോൾ അടിച്ച് മുസ്ലിങ്ങൾ നമ്മുടെ പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഈ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ മാർക്സിസ്റ്റുകാരൻ മറച്ചു വെച്ചിട്ട് കാര്യമുണ്ടോ? ഉത്തർപ്രദേശിൽ, ഗുജറാത്തിൽ, ഏതെല്ലാം സംസ്ഥാനങ്ങൾ നിങ്ങൾ തെരഞ്ഞെടുത്ത് നോക്കിക്കോളൂ. അവിടെയെല്ലാം ന്യൂനപക്ഷ സുഹൃത്തുക്കൾ BJPയെ ഇഷ്ടപ്പെടുന്നു, BJPക്ക് വോട്ട് ചെയ്യുന്നു, BJP വികസനം നടത്തുന്നു. നോക്കൂ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. എന്താ അർത്ഥം? ഭാരതത്തിലെ ജനങ്ങളുടെ പാർട്ടി. ഞങ്ങൾ ഹിന്ദുക്കളുടെ മാത്രം പാർട്ടിയാണെങ്കിൽ ഭാരതീയ ഹിന്ദു പാർട്ടി എന്ന് പേരിട്ടാ പോരെ? ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് നാളിതുവരെ നിങ്ങളെ പ്രതിനിധീകരിച്ചു പോയിട്ടുള്ളത് മുതലാളിമാരാണ്, തൊഴിലാളികളല്ല, അല്ലെങ്കിൽ തൊഴിലാളിയുടെ വേദന അറിയുന്നവരല്ല, പട്ടിണിയുടെ ദുഃഖമറിഞ്ഞവരല്ല, പട്ടിണിയും ദുഃഖവും ദുരിതവും മനസ്സിലാക്കിയവരല്ല. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ജയസൂര്യന്റെ സിനിമയിൽ അയാൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എന്താണ്? മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ പണിക്കാരനാണ് അയാൾ. ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് നിങ്ങൾ എന്നെ വിജയിപ്പിച്ചാൽ ആലപ്പുഴയിലെ ജനങ്ങളുടെ പണിക്കാരിയാണ്, അല്ലാത്തവർ ഈ പരിപാടിക്ക് നിൽക്കണ്ട എന്നാണ് ഈ ആധുനിക കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിന്റെ ചരിത്രം എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് ഈ നാടിനെ മാറ്റണം, മാറ്റിമറിക്കണം. പാവപ്പെട്ടവരോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 5 കൊല്ലം കൊണ്ട് ഇന്ത്യയുടെ മുഖച്ഛായ മാറ്റാൻ ആരാധനായ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോടൊപ്പം 8 വർഷക്കാലത്തോളം പ്രവർത്തിച്ചു വരുന്ന നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശോഭയെ നിങ്ങൾ പാർലമെന്റിലേക്ക് പറഞ്ഞയച്ചാൽ 3 വർഷം കൊണ്ട് വീടില്ലാത്ത, സ്വന്തമായി വീടില്ലാത്ത ഒരാൾ പോലും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് ഉണ്ടാകില്ല എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യം അത് മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാൻ ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ, അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ ഞാൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സുമായി ചർച്ച ചെയ്തിട്ടല്ലേ പറയുക? ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യാതെ നിങ്ങളോട് പറയുമോ? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് ഈ നാടിനെ മാറ്റാൻ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഊണും ഉറക്കവും നഷ്ടപ്പെടും, എനിക്ക് ഉറപ്പുണ്ട്. കാരണം കയർ മേഖല പ്രതിസന്ധിയിലാണ്, മത്സ്യമേഖല പ്രതിസന്ധിയിലാണ്. ഇവിടുത്തെ നെൽ കർഷകന്മാർ അവർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് കൊണ്ടുപോയി അത് കൊടുക്കുന്ന സമയത്ത് പോലും ആ നെൽ കർഷകർക്ക് റെസീറ്റ് കൊടുത്ത് ബാങ്കിൽ അവരെ പണം വയ്ക്കുന്ന സിസ്റ്റമാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ നടക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരുപാട് കടമ്പകൾ നീന്തി വേണം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ വികസനത്തിന്റെ പാതയിലേക്ക് എത്തിക്കാൻ. അതിന് ഞാൻ നിങ്ങളോടൊപ്പം ഒരു സേവകയായിട്ട് ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങനെ നിങ്ങളോട് കൂടുതൽ ചിരിച്ച് അഭിനയിച്ച് അങ്ങനെ ഒന്നും പെരുമാറാൻ അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ഈ കാണുന്ന ശോഭാ സുരേന്ദ്രൻ അത് MP ആയാലും മന്ത്രി ആയാലും ഇതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകുമെന്നുള്ള വാക്ക് തരാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് ശോഭ പോയാൽ പോരെ പാർലമെന്റിനകത്തേക്ക് മോദിജിയെ സ്നേഹിക്കുന്ന ഒരാൾ? ഈ ചോദ്യമാണ് ഞാൻ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള മിഥുനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെ ആരെങ്കിലും ഒരാള് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പില് തല്ലാൻ ശ്രമിച്ചാലും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അവരുടെ മുന്നിൽ അങ്ങനെ സഹിച്ചു നിൽക്കുകയാണ്. എന്താ കാര്യം? എന്റെ ഫ്ലക്സ് ബോർഡുകൾ കുത്തിക്കീറി, പാവപ്പെട്ട പ്രവർത്തകന്മാർ വെച്ച ഫ്ലക്സ് ബോർഡുകൾ വെട്ടിയെടുത്ത് മുഖം മാത്രം വെട്ടി ആരിഫിന്റെ മുഖം വെച്ചു. ഞങ്ങളുടെ 4 സ്വയം സേവകന്മാരെ, പ്രധാനപ്പെട്ട ചുമതലയുള്ള ആളുകളെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവരെ നമ്മൾ അവിടെ പോയി രാത്രിയിൽ 2 മണിക്ക് ഇറക്കി കൊണ്ടുവരേണ്ടി വന്നു. ഇതെന്തുകൊണ്ടാ? നമ്മൾ ആരെയും ഭയപ്പെട്ടിട്ടല്ല. പക്ഷേ ഇവിടത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില നേതാക്കന്മാർ ആഗ്രഹിക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ പ്രചരണ ജാഥ പോകുമ്പോൾ ഒരു വഴക്കുണ്ടായി, അല്ലെങ്കിൽ ഒരു അടിയുണ്ടായി, ഒരു സംഘടനമുണ്ടായി എന്ന് പറയാനാണെങ്കിൽ, മിസ്റ്റർ ആരിഫ്, ആ വെച്ച വെള്ളമുണ്ടല്ലോ അത് വാങ്ങി വെച്ചാൽ മതി. നല്ല ക്ഷമ, നല്ല ക്ഷമ. വലിയ പൊന്നാപുരം കോട്ടകളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 9ാമത്തെ തെരഞ്ഞെടുപ്പാണിത്. 2 തെരഞ്ഞെടുപ്പുകളിൽ 2ാം സ്ഥാനത്ത് വന്നു. അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളെ, ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരെ ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. കാരണം ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്, നിങ്ങളിൽ പലരെയും ജയിലിൽ അടക്കേണ്ടവരാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിലെ പല നേതാക്കന്മാരും ഇപ്പൊ പുറത്തു വന്നില്ലേ? കായംകുളത്തെ സഖാവ് പറഞ്ഞില്ലേ,
സത്യനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തതും സത്യനെ കൊല്ലിച്ചതും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വമാണ് എന്ന് പറഞ്ഞില്ലേ സ്വന്തം പാർട്ടിക്കാരൻ? അത് പുറത്തു വന്നില്ലേ? ക്രൂരന്മാരായിട്ടുള്ള നേതാക്കന്മാർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, പാവപ്പെട്ട സഖാവിനെ കൊന്നാലും പ്രശ്നമില്ല, പാർട്ടിയില് എങ്ങനെയെങ്കിലും, ഞാൻ ബാക്കി കഥകളിലേക്ക് കടക്കുന്നില്ല. തോട്ടപ്പള്ളിയിലെ സഖാവ് സജീവൻ കരിമണൽ കർത്തക്കെതിരെ പോരാട്ടം നടത്തി, കരിമണൽ ലോബിക്കെതിരെ പോരാട്ടം നടത്തിയ ആ തോട്ടപ്പള്ളിയിലെ സഖാവ് സജീവനെ ചേർന്ന് ടിക്കാറാം മീണയ്ക്ക് ഒരു സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. എന്തിനാണ്? ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, പഴയ ക്യാബിനറ്റ് മേജർ മൈനിങ് മിനിസ്റ്റർ ശിശ്രാം ഓലയ്ക്ക് KC വേണുഗോപാലിനും ഇടനില വർത്തിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലെ പല ഫയലുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരുന്ന ആളാണ് ടിക്കാറാം മീണ. പക്ഷെ വേണുഗോപാലിന്റെ പഴയ പ്രതാപമൊന്നും ഇപ്പൊ ഏശുന്നില്ല. രാജസ്ഥാനിലെ കോൺഗ്രസുകാർ ചോദിച്ചു, അധികം ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ഇവിടെ KC വേണുഗോപാലിന്റെ പല കഥകളും പുറത്തു പറയും, അതിൽ ടിക്കാറാം മീണയുടെ ജാതകം വരെ ഉണ്ടാകുമെന്നാണ് ഇന്നലെ ഡൽഹിയിലെ വൃത്തങ്ങളിൽ നിന്ന് വരുന്ന വാർത്ത. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, നിങ്ങൾ താമരയാണ് എന്റെ ചിഹ്നം, എനിക്കൊരവസരം നൽകുകയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരാളായി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് ഉണ്ടാകും എന്ന് സൂചന നൽകിക്കൊണ്ട് നമുക്ക് ഈ നാടിനെ മാറ്റണമെന്നും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ വികസന സ്വപ്നം അത് ആലപ്പുഴയിലേക്കും കൊണ്ടുവരണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് എന്നെ കണ്ടതിനും സ്വീകരിച്ചതിനും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഓരോരുത്തരുടെയും വീടുകൾക്കകത്ത് വന്ന് നിങ്ങളെ കാണേണ്ടതാണ്. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അത് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് എന്നേക്കാൾ വയസ്സിന് മുതിർന്ന ആളുകൾ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണം. എന്റെ പ്രായമുള്ളവരും എന്റെ അനുജന്മാരും അനുജത്തിമാരും ഒക്കെ ഞാൻ പറയുന്ന വിഷയങ്ങൾ പരിശോധിച്ചു നോക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി, നമസ്കാരം, വന്ദേ മാതരം.